ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശും സൗമ്യയുടെ വീട്ടിലെത്താണ്. അവരെത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാവരും എത്തിയിട്ടുണ്ടാവും. ശ്രേയ മാത്രമാണ് എത്താതിരുന്നിട്ടുള്ളത്. അങ്ങനെ ആകാശിനെയും ചാരുവിനെയും സൗമ്യ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, അല്ല ശ്രേയ മേഡം വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എത്തിയിട്ടില്ല, ആകാശ് സാർ പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവരെ രണ്ടുപേരെയും കൂടി സൗമ്യ വീട്ടിൻ്റെ അകത്തേക്ക് ക്ഷണിക്കുന്നത്. ആകാശിനെയും ചാരുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒരുപാട് സന്തോഷത്തോടെ അവരെല്ലാവരും ക്ഷണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആ സമയത്താണ് ശ്രേയ അവിടേക്ക് വരുന്നത്. അപ്പോൾ ശ്രേയയും സൗമ്യ നല്ല സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. ശ്രേയയെ കണ്ടതോടുകൂടി ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ്. പക്ഷേ ആകാശ് മാത്രം എണീറ്റ് നിൽക്കുന്നില്ല. അപ്പോൾ ചാരുവും എണീറ്റ് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ആകാശിനോട് പറയണേ, അക്കുച്ചേട്ടാ ഒന്ന് എണീക്ക് എന്ന് പറയുമ്പോൾ നീ അവിടെ ഇരിക്ക് ചാരു എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും പ്ലീസ് അക്കുച്ചേട്ട ഒന്ന് എണീറ്റ് നിൽക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രേയ ആകാശിനെ തന്നെ നോക്കുകയാണ്. എല്ലാ സ്റ്റാഫുകളും എണീറ്റ് നിൽക്കുന്നുണ്ട്. ആകാശ് മാത്രം എണീറ്റ് നിൽക്കാതിരിക്കുമ്പോൾ കാണുമ്പോൾ ദേഷ്യത്തിലാണ് ശ്രേയ നിൽക്കുന്നത്. അങ്ങനെ അവസാനം ചാരു നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ആകാശ് അങ്ങ് എണീറ്റ് നിൽക്കണം. എന്നിട്ട് ശ്രേയ ചാരുവിനോട് ചോദിക്കുകയാണ്, ആ ചാരുവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി, എന്താ നിന്റെ വിശേഷങ്ങൾ? നീ ഭർത്താവിനെയും കൂട്ടി ഈ ഫംഗ്ഷന് വരുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ പറഞ്ഞതിനുള്ള മറുപടിയായി കൊടുക്കുന്നത് ആകാശാണ്. അപ്പോൾ ആകാശ് പറയണേ, നിങ്ങൾ ഇവിടേക്ക് വരുമെന്നുള്ളത് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല, നിങ്ങളെ ഇവിടെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അല്ല ചാരു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാരു അതെ അക്കുച്ചേട്ടാ പറയുമ്പോൾ ആകാശ് ദേഷ്യത്തിലാണ് ശ്രേയയെ നോക്കുന്നത്. അപ്പോൾ ശ്രേയം തിരിച്ച് ആകാശിനെയും ചാരുവിനെയും ദേഷ്യത്തിൽ തന്നെയാണ് നോക്കുന്നത്, മറുപടി പറയുന്നതൊക്കെ. എന്നിട്ട് സൗമ്യ എല്ലാവരെയും വീടൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതിൻ്റെ ശേഷം അവിടെയുള്ള ഒരു വയസ്സായ സ്ത്രീ പറയുകയാണ്, എല്ലാവർക്കും പൂ എടുത്ത് കൊടുക്കുക എന്ന് പറയണം, മുല്ലപ്പൂ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ചാരുവിനും ശ്രേയക്കും അവിടെ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ മുല്ലപ്പൂ എടുത്ത് കൊടുക്കുകയാണ് സൗമ്യ. അവരെല്ലാവരും തലയിൽ ചൂടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയയുടെ തലയിൽ ചൂടുന്നുണ്ട്. ചാരുവിൻ്റെ തലയിൽ ചൂടുന്ന സമയത്ത് ആകാശ് പുറകിലുള്ളത് കൊണ്ട് തന്നെ ആകാശ് പറയണേ, അവിടെയല്ല കക്കോത്തി, അവിടെ ഹെയർ പിന്നുണ്ട്, കുറച്ച് മേലെ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒപ്പം വന്ന സ്റ്റാഫുകൾ പറയണേ, എന്താണ് ആകാശ് സാർ, ഭാര്യയ്ക്ക് തലയിൽ മുല്ലപ്പൂ ഒന്ന് വെച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രേയ ആകാശിനെ അങ്ങ് നോക്കുകയാണ് കേട്ടോ. ആകാശ് ശ്രേയയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാനല്ലാതെ പിന്നെ ആര് പൂ ചൂടിക്കൊടുക്കാനാ, ഇങ്ങ് താ. ചാരു, വേണ്ട അക്കുച്ചേട്ടാ, ഞാൻ തന്നെ വെച്ചോളാം, അത് സാരമില്ല, നീ ഇങ്ങ് താ, വെച്ച് തരാം എന്ന് ആകാശ് പറയുമ്പോൾ ചാരു ശ്രേയയ്ക്ക് എന്തെങ്കിലും തോന്നുമെന്ന് കരുതിയിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പൂ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് കഴിയുന്നില്ല. അപ്പോൾ കൂടെ വന്ന് ഓഫീസിലെ സ്റ്റാഫുകൾ പറയണേ, ആകാശ് സാർ ആ പൂ ഒന്ന് വെച്ച് കൊടുക്ക്, ഭാര്യയ്ക്ക് പൂ വെച്ച് കൊടുക്കുന്നത് ശരിയായില്ലെങ്കിൽ മേഡം ഇവിടെ നിൽക്കുന്നതാണ് കേട്ടോ, അപ്പോൾ പണിഷ്മെൻ്റ് ഒക്കെ കിട്ടും എന്ന് പറയുമ്പോൾ ശ്രേയ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ആകാശ് ശ്രേയയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചാരുവിൻ്റെ തലയിൽ പൂ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചാരുവിനാണെങ്കിലും ശ്രേയ കാണുന്ന ആ ഒരു മടിയുമുണ്ട്. പക്ഷേ ആകാശ് ആ ഒരു അവസരം മുതലാക്കുകയാണ്. ഇത് കാണുന്ന ശ്രേയയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ശ്രേയ ആകാശ് ചാരുവിൻ്റെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുമ്പോൾ ആകാശ് ശ്രേയയുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുത്തിരുന്ന ആ ഒരു കാര്യം ഓർക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ആകാശിൻ്റെ ബൈക്കിൽ ശ്രേയയും ആകാശും കെട്ടിപ്പിടിച്ചുകൊണ്ട് ബൈക്കിൽ പോകുന്ന ആ ഒരു കാര്യം ഓർക്കുകയാണ്. എന്നിട്ട് ആകാശ് ശ്രേയയോട് ചോദിക്കുകയാണ്, അല്ല എവിടേക്കാണ് പോകേണ്ടത് ശ്രേയ എന്ന് ചോദിക്കുമ്പോൾ എവിടേക്ക് വേണമെങ്കിലും ആകാശ് നീ പൊയ്ക്കോ, പക്ഷേ എവിടെയും ബൈക്ക് നിർത്തരുത്, ഇങ്ങനെ നിർത്താതെ നമുക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചു പോകുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ ശ്രേയ ആലോചിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മുല്ലപ്പൂ വിൽക്കുന്ന കട കണ്ടപ്പോൾ അവിടെ നിർത്താൻ പറയാണ് ശ്രേയ. എന്നിട്ട് അതിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങിച്ചു താ ആകാശ്, എൻ്റെ തലയിൽ വെച്ച് താ എന്ന് പറയട്ടോ. അങ്ങനെ ആകാശ് ചെന്ന് അവരോട് പറയണേ, 4 മുഴം മുല്ലപ്പൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണേ, എന്തിനാണ് 4 മുഴം, എനിക്ക് 1 മുഴം മതി എന്ന് പറയുമ്പോൾ അത് വേണ്ട, നിൻ്റെ തലയിൽ നിറയെ മുല്ലപ്പൂ ചൂടി വെച്ച് കാണുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞ് ആകാശ് 4 മുഴം മുല്ലപ്പൂ വാങ്ങി ശ്രേയയുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് വേദനയോടുകൂടി ശ്രേയ ആലോചിക്കുകയാണ്. ചാരുവിൻ്റെ തലയിൽ ആകാശ് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആകാശ് ചാരുവിനോട് പറയാണ്, നിൻ്റെ തലയിൽ ഈ മുല്ലപ്പൂ വെച്ചപ്പോൾ ഈ മുല്ലപ്പൂവിനാണ് ഭംഗി കൂടിയത് എന്ന് പറയുമ്പോൾ ശ്രേയ അതിങ്ങനെ വേദനയോടുകൂടി കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ടാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഓഫീസിലെ സ്റ്റാഫ് പറയാണ്, അല്ല മേഡം, നിങ്ങളുടെ തലയിൽ ആകാശ് സാർ എല്ലാ ദിവസവും പൂ വെച്ച് തരുന്നത് പോലെയുണ്ടല്ലോ, നല്ല കറക്റ്റായിട്ട് തന്നെയാണല്ലോ വെച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ആകാശ് അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് ആകാശും
ചാരുവും ശ്രേയയെ നോക്കുന്ന സമയത്ത് ശ്രേയ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മറ്റേ സ്റ്റാഫ് നമ്പ്യാർ സാർ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ച് പറഞ്ഞോ, കാരണം മേഡം നല്ല ദേഷ്യത്തിലാണ്. മേഡത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് വെറുതെ മെമ്മോ വാങ്ങിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഞാനിനി ഒരക്ഷരം പോലും മിണ്ടാൻ പോകുന്നില്ല. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആകാശ് നീ അന്ന് എൻ്റെ തലയിൽ പൂ ചൂടി തന്നു, ഇന്ന് നീ ചാരുവിൻ്റെ തലയിൽ പൂ ചൂടി കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള വേദന എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അനുഭവിപ്പിച്ചിരിക്കും എന്ന് പറയണം. അപ്പോൾ സൗമ്യ ശ്രേയയെ നോക്കുന്ന സമയത്ത് കയ്യിൽ പൂ പിടിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത് കാണുമ്പോൾ സൗമ്യ പറയണേ, എന്താ മേഡം തലയിൽ വെക്കാത്തത്, ഞാൻ വെച്ച് തരാം എന്ന് പറയുമ്പോൾ, വേണ്ട എനിക്ക് പൂ തന്നെ അലർജിയാണ്, പൂ വെച്ച് കൊടുക്കുന്നവരെയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ആകാശിനെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൗമ്യ പറയണ്, മേഡം പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിക്കണം. എന്നിട്ട് ശ്രേയയുടെ കയ്യിൽ തീപ്പെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രേയ പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിക്കുന്ന സമയത്ത് എത്ര കത്തിച്ചിട്ടും ആ വിളക്ക് കത്തുന്നില്ല. അപ്പോഴത്തേക്കും വിളക്ക് കെട്ടുപോവുകയാണ്. അങ്ങനെ 2-3 തവണ ശ്രേയ ചെയ്യുമ്പോഴും ഈ കെട്ടുപോവാണ്. അപ്പോൾ നമ്പ്യാർ സാർ സ്വകാര്യത്തിൽ പറയുകയാണ്, നമ്മളെ എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്ന മേഡത്തിന് തീ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രേയ സൗമ്യയോട് പറയണേ, ഞാൻ കത്തിക്കുന്നില്ല, നീ വേറെ ആരോടെങ്കിലും തീ കത്തിക്കാൻ പറയാം, അത് പിന്നെ മേഡം ഒന്നുകൂടി മിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ, വേണ്ട വേറെ ആരോടെങ്കിലും തീ കൊളുത്താൻ പറഞ്ഞോ. അപ്പോൾ സൗമ്യ ചാരുവിനോട് പറയണേ, ചാരു നീ തീ കത്തിക്ക്, വേണ്ട തീ കൊളുത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ, എന്തിനാണ് ചാരു നീ വേണ്ട എന്ന് പറയുന്നത്, നീ തീ കൊളുത്തിക്കോ, നീ കത്തിച്ചാൽ ഉറപ്പായും അണയാതെ ആ തീ കത്തിയിരിക്കും എന്ന് പറയട്ടോ. അങ്ങനെ ചാരു തവണ ചെയ്തപ്പോഴത്തേക്കും തീ എല്ലാം തന്നെ ഒരുമിച്ച് കത്തിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രേയക്ക് ദേഷ്യം പിടിക്കാട്ടോ. അപ്പോൾ ആകാശ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ശ്രേയ ദേഷ്യത്തിലാണ് കേട്ടോ ആകാശിനെ നോക്കുന്നത്. ഉറപ്പായും നീ കത്തിച്ചാൽ ആ തിരികളൊന്നും കെട്ടുപോവില്ല, നീ അത് കത്തിച്ചോ ചാരു എന്ന് പറഞ്ഞ ആ വാക്കുകൂടി കേട്ടപ്പോൾ ശ്രേയക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. നമ്പ്യാർ സാർ വായ പൊത്തിയിട്ട് പറയുകയാണ്, വിളക്ക് കൊളുത്തുന്നതിനെ ഒരുപാട് എണ്ണ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല, മനസ്സുകൂടി നന്നായിരിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ശ്രേയയെ ഉദ്ദേശിച്ചാണ് നമ്പ്യാർ പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും ചാരുവിനെ നല്ല മനസ്സാണ്, ശ്രേയയുടെ മനസ്സ് ചീത്തതാണ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ എല്ലാവരും നോക്കുന്നതൊക്കെ. അപ്പോൾ ശ്രേയ ആരാണ് ഇത് പറഞ്ഞത് എന്ന് കേൾക്കാൻ വേണ്ടി അങ്ങ് നോക്കുന്ന സമയത്ത് നമ്പ്യാറിനെ കാണുമ്പോൾ ദേഷ്യത്തിലാണ് കേട്ടോ ശ്രേയ നോക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആ സ്ത്രീ പറയുകയാണ്, മോളെ ഒരു പെൺകുട്ടി വിളക്ക് കൊളുത്തുന്നത് കണ്ടാൽ തന്നെ അറിയാം അവളുടെ കുടുംബ ലക്ഷണത്തെക്കുറിച്ച്. എനിക്ക് നല്ല മനസ്സാണ് മോളെ, നിന്റെ വിളക്ക് കൊളുത്തുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി. പിന്നെ ഇവിടെ എല്ലാവരും സാരി എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും നീ സാരി എടുത്തതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, എന്ത് ഭംഗിയിലാണ് മോളെ നീ സാരിയൊക്കെ എടുത്തു വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ, അതിന് ഈ സാരി എടുത്തു കൊടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ ചാരു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ ആകാശ് ശ്രേയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്രേയ ഇത് കേട്ടപ്പോൾ ദേഷ്യത്തിലാണ് ആകാശിനെ നോക്കുന്നത്. എല്ലാവരും ചാരുവിനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചാരു പറയണേ, നല്ല വാക്ക് പറയുന്ന അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞ് കാലിൽ തൊടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ സ്ത്രീ പറയണേ, എൻ്റെ നല്ല മനസ്സിന് നീ പ്രത്യേകം അനുഗ്രഹം ഒന്നും വാങ്ങണ്ട, ഞങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെയും അനുഗ്രഹം നിനക്കുണ്ടാവും എന്ന് പറയുമ്പോൾ ആകാശ് പറയണ, അല്ല നിങ്ങളെല്ലാവരും ചാരുവിനെ പുകഴ്ത്തി സംസാരിക്കുകയാണല്ലോ, ചാരുവിന് ഇതുപോലെ നല്ല ഭംഗിയിൽ സാരി കൊടുത്തത് ഞാനാണ് സാരി എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശ്രേയ ദേഷ്യത്തിൽ ആകാശിനെ അങ്ങ് നോക്കുകയാണ്. ചാരുവിന് മനസ്സിലാവുന്നുണ്ട് ശ്രേയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ ചാരു പറയണേ, ഇല്ല ഇവർ കള്ളം പറയണം, അക്കുച്ചേട്ടൻ കള്ളം പറയണം അമ്മേ. അപ്പോൾ എന്തിന് ഞാൻ കള്ളം പറയുന്നത്, ഞാൻ കള്ളമൊന്നുമല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ ചാരുവിന് സാരി ഉടുക്കാനൊന്നും അറിയില്ല, എല്ലാ ദിവസവും വീട്ടിൽ സാരി ചുറ്റി കൊടുക്കുന്നത് ഞാനാണ്. കേട്ടപ്പോൾ ആ അമ്മ പറയണേ, നീ ഭാഗ്യം ചെയ്തവളാണ് ചാരു, ഇതുപോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. കേട്ടപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ നീ സാരി നല്ലതുപോലെ ചുറ്റിയെന്നല്ലേ പറയുന്നത്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്റെ സാരി ഞാൻ കുളമാക്കി തരാം, നിനക്ക് വെച്ചിട്ടുണ്ടടി ചാരു ഒക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രേയയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ശ്രേയക്ക് ഇങ്ങനെ ചാരുവിന് ആകാശ് ഇനി വാരി കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ വരാനിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ശ്രേയക്ക് കഴിയുന്നില്ല. അതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.